ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ തന്നെ ഞാനും കാച്ചും പ്രിയയും അച്ഛനും അമ്മയും കൂടെ ചെട്ടുകുളങ്ങര ദേവീക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത്. ദേവീക്ഷേത്രത്തിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ കുളത്തിലിറങ്ങി കാലൊക്കെ കഴുകി കേട്ടോ. കാല് കഴുകാൻ ഇറങ്ങിയപ്പോൾ തന്നെ ആ കുളത്തിലുള്ള മീനുകളൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. വളരെ ഭംഗിയാണ് കേട്ടോ ആ കുളം കാണാനും മീനുകളെ കാണാനുമായിട്ട്. അത് കഴിഞ്ഞ് അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മണ്ണാറശാലയിലേക്കാണ് കേട്ടോ. മണ്ണാറശാലയിൽ കാച്ചു ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അമ്പലത്തിൻ്റെ തൊഴുതിന് ശേഷം അവിടെ ഒരു ആമക്കുളം ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ആ ആമക്കുളം കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. കാച്ചു ആദ്യമായിട്ടാണ് കേട്ടോ ആ ആമക്കുളം കാണുന്നത്. കാച്ചുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആമകളെയൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം നേരെ പോയത് ഹരിപ്പാട് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഹരിപ്പാട് ക്ഷേത്രത്തിലാണെങ്കിൽ 3 മയിലുകളുള്ള ക്ഷേത്രമാണ് കേട്ടോ ഹരിപ്പാട് ക്ഷേത്രം. അവിടെ കാച്ചു ആദ്യമായിട്ടാണ് കേട്ടോ അവിടെയും പോകുന്നത്. കാച്ചു മയിലുകളെയൊക്കെ കണ്ട് വളരെ സന്തോഷമായി കേട്ടോ കാച്ചുവിന്. അങ്ങനെ ഇന്ന് ഞങ്ങൾ 3 അമ്പലത്തിലാണ് ഒരുമിച്ച് പോയത്. അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ മാവേലിക്കരയിലെത്തി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പോയത് പുലിയൂർ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടുന്ന് ചേച്ചിയും കൂട്ടി നേരെ പോയത് തിരുവല്ല ജയലക്ഷ്മി സിൽക്സിലേക്കാണ് കേട്ടോ. ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം പർച്ചേസ് തിരുവല്ല ജയലക്ഷ്മിയിൽ നിന്നായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ 4 മണിക്കൂറത്തെ പർച്ചേസിന് ശേഷം ഞങ്ങൾ നേരെ പോയത് തിരുവല്ല ബൈപ്പാസിന് മുന്നേ ഉള്ള ഫേവറേറ്റ് പിസ്സയിലേക്കാണ് കേട്ടോ. അങ്ങനെ അവിടെ കയറി പിസ്സയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്ക് ഏകദേശം രാത്രി 10 മണിയായി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ കേട്ടോ. കൂടെ കമൻറ്റുകൾ ഇട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.